കൈ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ വടി, മറു കയ്യിൽ മകന്റെ കൈ, അല്ലെ? മാതാവിന്റെ പാട്ട് പറഞ്ഞ പോലെ ഒരു കയ്യിൽ ഉത്തരീയവും മറു കയ്യിൽ ഉണ്ണി യേശു. ഹല്ലേലൂയ. അങ്ങനെ ഇവര് വന്നു, പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ആ വെള്ളം വരല് നിന്നു. ഒരാളുടെ കൈ പിടിക്കാതെ, ഒരു വടിയും പിടിക്കാതെ അവർ ഓടിപ്പോയി. കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ, പ്രിയപ്പെട്ടവരെ, ഇവര് 12 വർഷം ചികിത്സിച്ച് മടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാ മതി. ഈശോയോട് എന്നെ തൊട് എന്ന് പറയാൻ അവൾക്ക് അർഹതയില്ല. കാരണം രക്തസ്രാവക്കാരി സ്ത്രീയെ തൊടുന്നവൻ അശുദ്ധനാകും എന്നതാണ് യഹൂദ പാരമ്പര്യം. അവളെ തൊടാൻ പാടില്ല, അവളും പോയി തൊടാൻ പാടില്ല. അപ്പോ ഇവള് ചിന്തിക്കുകയാണ്, അവൻ എന്നെ തൊട്ടില്ലെങ്കിലും, അവന്റെ കയ്യിലോ കാലിലോ ഞാൻ തൊട്ടില്ലെങ്കിലും, വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും അറ്റത്തെങ്കിലും ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സുഖം കിട്ടും എന്ന വിശ്വാസം കാണുമ്പോ ഈശോയ്ക്ക് ഒരാശ്വാസമാണ്. ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലൊരു വിശ്വാസം ഉണ്ടോ? നമ്മളെല്ലാം ജീവിതത്തിലെല്ലാം കഴിഞ്ഞ് മടുത്ത് മരവിച്ചിരിക്കുകയാണ്. ഇനിയൊന്നുമില്ല, ഇനിയിപ്പോ എന്തൊട്ട് പള്ളിയിൽ പോവാൻ. ഇന്നലെ ഒരു സഹോദരൻ, ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഒരു സഹോദരനാണ്, അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് നടുവേദനയായിരുന്നു, ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ദിവസം ഈ വേദന അങ്ങോട്ട് ഇളകി. അങ്ങനെ ഉണ്ട്, വേദന ഇളകിയിട്ട് എന്റെ മനസ്സിന്റെ താളം തെറ്റി. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്? വീട്ടിലുണ്ടായിരുന്ന കസേരൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ ഇവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇവിടെ വന്നു. അച്ഛൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ 9 മണിയായപ്പോ കണ്ടു, 9:30 ആയപ്പോ കണ്ടു. അതുവരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവസാനം ബെൽറ്റൊക്കെ ഊരി നടക്കാൻ പറ്റാതെ വന്ന സഹോദരൻ ഓടാൻ പറ്റുന്ന രീതിയിലാണ് മടങ്ങിപ്പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നുണ്ടോ ആ ചേട്ടൻ? ഇവിടെ ഇരിക്കുന്നുണ്ടോ? ചമതച്ചാലിൽ നിന്നുള്ള ചേട്ടൻ അല്ലേ? ഇപ്പൊ എങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒന്ന് എഴുന്നേറ്റ് നടന്നു വന്നേ. ഹല്ലേലൂയ. ഇന്നലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെസ്. അപ്പൊ ചേട്ടൻ തന്നെ പറയട്ടെ, ഒരു സാക്ഷ്യം പറഞ്ഞു. നമ്മൾ എന്തായാലും വിശ്വാസത്തെ കുറിച്ച് പറയുകയല്ലേ. ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.